ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് ജാസ്മിനും ഗബ്രിയും പിന്നെയും ഇന്നലെ തന്നെ ലൈവിൽ കണ്ടായിരുന്നല്ലോ. ജാസ്മിന് നമ്മുടെ ഗബ്രി തേച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ പ്രണയം തുറന്നു പറഞ്ഞു, എനിക്കൊരു തീരുമാനം വേണം, എനിക്കൊരു അടിവര വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിൻ്റെ എന്താ. ഗബ്രി പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാനോ അങ്ങനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഗബ്രി തേച്ചൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജാസ്മിൻ്റെതായ കാര്യത്തിലേക്ക് ഓക്കെ, ഇനി അവൻ പിണങ്ങിയിരുന്നാലും കൂടുതലും ഇവരുടെ കാര്യത്തിൽ കൂടുതലും അവൻ വിഷമിച്ചിരുന്ന ജാസ്മിനാണ് കൂടുതലും ലൈവിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ ആണോന്നും അറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. ഗബ്രിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ ജാസ്മിൻ അത് പറ്റത്തില്ല. ജാസ്മിൻ അങ്ങനെ ആക്റ്റീവൊന്നും അല്ല, ലൈവിൽ കാണാം നമുക്ക്, ആക്റ്റീവൊന്നും അല്ല, അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഗബ്രി അങ്ങനെയല്ല. ഗബ്രി ജാസ്മിൻ വയ്യായിരുന്നാലും ഓക്കെ വന്ന് തിരക്കിയൊക്കെ ചെയ്യും, എന്നാലും ഗബ്രിയുടേതായ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ജാസ്മിനോട് ആ കാര്യം പറയുമ്പോഴത്തേക്ക് ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോയി. ദൈവമേ, ഇനി എല്ലാവരും എന്ത് വിചാരിക്കും, ഇനി ഞാൻ അവളെ ഇങ്ങനെ തേച്ചൊട്ടിച്ച് വെച്ചോ, ഇനി ട്രാക്ക് മാറ്റാന്ന് പറഞ്ഞത് ഗബ്രി മൂലയിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല, എല്ലാവരും വന്ന് ചോദിക്കുന്നു. പക്ഷേ ജാസ്മിൻ ഇത് മൈൻഡ് ചെയ്തില്ല. അത് കുറേ കഴിഞ്ഞ് ഗബ്രി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം ശ്രീരേഖ വന്ന് ചോദിച്ചു, എന്ത് പറ്റി ഗബ്രിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ട്? ജാസ്മിനെ വിളിക്കും. ഓ വേണ്ട, അങ്ങനെ ഗബ്രിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നെന്നും പറഞ്ഞ് ശ്രീരേഖ ചെന്ന് ജാസ്മിനെ ഓടിച്ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ ഗബ്രി ഇങ്ങനെ ഇരിക്കല്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ പറ്റില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം, എനിക്കൊന്നും പറയാനില്ല, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് ഗബ്രി അതെല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിന് തലവേദന എന്ന് പറഞ്ഞ് മാറി കിടന്നപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ ഗബ്രിക്ക് പറ്റുന്നില്ല. ജാസ്മിൻ ഒട്ടിച്ചേർന്ന് വേണ്ടി ഒട്ടിച്ചേർന്നിങ്ങനെ ഇരിക്കണം ഗബ്രിക്ക്, അല്ലാതെ പറ്റുന്നില്ല. ജാസ്മിൻ അകന്ന് മാറുമ്പോഴും ഗബ്രിക്ക് അത് പറ്റുന്നില്ല. അങ്ങനെ ഗബ്രി പിന്നെയും ജാസ്മിൻ്റെ അടുത്ത് വരികയാണ്. നീ ഞാൻ പറയുന്നത് കേൾക്കണം, നിനക്കല്ല മറുപടി തന്നത്, ഞാൻ റസ്മിനാണ് ഇതിനെല്ലാം കാരണം. അന്നേരം ജാസ്മിൻ പറയാം, അതിനുള്ള കാരണമൊന്നും റസ്മിനല്ല, റസ്മിനും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നീയും എന്നോട് പറഞ്ഞിട്ടില്ല, എല്ലാത്തിനും കാരണം ഞാനാണ്, എല്ലാം ഞാൻ എടുത്ത് വെക്കുന്നത് കൊണ്ടാണ്, എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയും. പിന്നെയും ഗബ്രി അത് വിശദീകരിക്കാൻ നിൽക്കുക, അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല, പ്രണയിക്കുന്നതിന് നിനക്ക് എന്നോട് പ്രണയമാണെന്ന് അവൾ പറഞ്ഞു. ഓക്കെ ആണെന്ന് പറയുമ്പോൾ അതിന് പ്രണയിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് പിന്നെയും ഗബ്രി ഇങ്ങനെ പറയുവാണ്. അന്നേരം ജാസ്മിൻ പറയും, എനിക്കിതൊന്നും കേൾക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കി നിൽക്ക്, എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറയും. പിന്നെയും ഗബ്രി വിടുന്നില്ല. ജാസ്മിൻ ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് കേൾക്ക്. ജാസ്മിൻ പറയും, എനിക്ക് വേണ്ട, നിനക്കത് ക്ലിയറായി, പിന്നെ അതിനെക്കുറിച്ച് നീ സംസാരിക്കണ്ട എന്നൊക്കെ പറയും. പിന്നെ ജാസ്മിൻ ചുമച്ച് ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് പോകും. എനിക്ക് കുഴപ്പമില്ല, നീ പോയി ആഹാരം കഴിക്കും. ഗബ്രി ആഹാരം കഴിച്ചിട്ടില്ല, ജാസ്മിൻ കഴിക്കാത്തതുകൊണ്ടായിരിക്കാം. ജാസ്മിൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ ഈ കാര്യം സംസാരിക്കണ്ട, ഇന്നലെ നമ്മൾ തീർത്ത കാര്യമാണ്, പിന്നെ നീ സംസാരിക്കണ്ട, എല്ലാം എൻ്റെ തെറ്റാണ്, എല്ലാം എൻ്റെ കുഴപ്പമാണ്, നീ എന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ ഗബ്രി ചോദിക്കും. പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത്, എല്ലാം ഞാനായിട്ട് ഏറ്റെടുത്തിയാണ്. ഞാൻ ആദ്യം 1-2 വീക്ക് കഴിഞ്ഞ് പിന്നെ എന്നെ തന്നെ ഞാൻ മറന്നുപോയി, ഞാൻ എന്തിനാ വന്നതെന്ന് മറന്നുപോയി, ഞാൻ പുറത്തുള്ളവരെ വെറുപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ നീ എന്നൊക്കെ ഗബ്രി ചോദിക്കും. അന്നേരം അവൾ പറയാം, അതൊന്നും അല്ല, അതെനിക്കൊന്നും പറയണ്ട, നിർത്തിക്കോ, എനിക്കിവിടെ കേൾക്കണ്ട. പിന്നെയും ഗബ്രിക്ക് ജാസ്മിൻ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കണം, അതാണ് ഗബ്രിയുടെ ഒരു ഇത്. ജാസ്മിൻ മാറി നടക്കുന്ന ഇഷ്ടം. ഗബ്രിക്ക് ജാസ്മിൻ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കണം. ജാസ്മിൻ ഒഴിഞ്ഞ് മാറുന്നതുകൊണ്ട് ഗബ്രിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും നീ ഞാൻ പറയുന്ന കേക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത്. ജാസ്മിനോട് പിന്നെയും ചോദിക്കും, ഞാൻ ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയും, നീ ആദ്യത്തെ 1-2 ആഴ്ച നീ അങ്ങനെ നിന്നാൽ അതേപോലെ ഇനി എൻ്റെ അടുത്ത് നിന്നാൽ നീ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയും. അല്ലാതെ കൈ പിടിക്കുന്നതിനെ കെട്ടിപ്പിടിക്കുന്നതിനൊന്നും അല്ല, എനിക്ക് അങ്ങനെയൊന്നും അല്ല, നീ അത് കൈ പിടിച്ചോ കെട്ടിപ്പിടിച്ചോ എനിക്ക് കുഴപ്പമില്ല. ജാസ്മിന് എന്താ കുഴപ്പമില്ലേ? ജാസ്മിന് ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷേ നീ ആദ്യത്തെ 1-2 ആഴ്ച എങ്ങനെ നീ അതേപോലെ നിന്നാൽ മതി, എനിക്കെല്ലാം വേറെ കുഴപ്പമില്ല, നീ ദൈവത്തെ ഓർത്ത് നീ ഇങ്ങനെ ഇരിക്കരുത്, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്നതെന്ന് പറയും. ജാസ്മിൻ പറയുന്നോട് നീ നല്ലതുപോലെ നിൽക്കണം എന്നൊക്കെ ഗബ്രി പറയും. ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ എന്താ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം, എന്തായാലും ഞാൻ എൻ്റേതായ രീതി ഞാൻ നിൽക്കുമെന്നൊക്കെ നോക്കാം, ശ്രമിക്കാമെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രി പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന കേൾക്കെന്ന് പറയുമ്പോൾ ജാസ്മിൻ ചെവി പൊത്തിയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് നീ ഒന്നും പറയണ്ട, ചെവിയും പൊത്തി ഇങ്ങനെ ജാസ്മിൻ ഇരിക്കും. ഗബ്രി വിടുന്നില്ല. പിന്നെ ബിഗ് ബോസ് വിളിച്ച് ഒരു വൈകിട്ട് പരിപാടിയുടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെയും ജാസ്മിൻ പോയി കിടക്കുമ്പോഴത്തേക്ക് ഗബ്രി വിടുന്നില്ല. ഗബ്രിക്ക് പറ്റുന്നില്ല, ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് പറ്റുന്നില്ല. ജാസ്മിൻ ഒഴിഞ്ഞു മാറുമ്പോഴും ഗബ്രി വീണ്ടും ജാസ്മിൻ്റെ പുറകെ പോവാണ്.
അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം.